സംശയം ഉണ്ടായിരുന്നു ഒരുമായിട്ട്? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വേറെ 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 കാര്യങ്ങളിലൊക്കെ സംശയം ഉണ്ടായിരുന്നോ? വേറെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആശ്രമത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ വേറൊരാള് വീട്ടിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വേദന ആശ്രമത്തിൽ പിന്നെ ജോലിക്കാരെല്ലാവരും ജോലിക്കാരാണ്. അപ്പോൾ ഈ പുള്ളി ഡ്രൈവർ പിന്നെ വേദന ആശ്രമത്തിലുള്ളൊരു ആളായിരുന്നു ഡ്രൈവർ. അപ്പം ഞാൻ പറയും ആൾക്കാരെ കൊണ്ടുവരരുത്, പുള്ളി തന്നെ വരുകയും പോവുക. അന്ന് പുള്ളി ഇതൊക്കെ മേടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അടിക്കത്തില്ലാത്ത ആള് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മദ്യപിക്കുമായിരുന്നു. അങ്ങനെ പോലും ഒരാളെ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ ആങ്ങളോട് ഞാൻ ചെന്ന് പറഞ്ഞു, എടാ എന്നെ പോലെ അളിയനോട് പറഞ്ഞു അളിയൻ വീട്ടിൽ ആളിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അളിയൻ കേൾക്കത്തില്ല. അതുപോലെ ഇതിൽ ആള് വരികയും സഹകരിക്കും, അവരുമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്യും. ഞാൻ അന്നേരം പറഞ്ഞു കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യരോട് മിണ്ടും. എനിക്കെല്ലാവരും ഈ പൊതു ഇവിടെ എല്ലാം വെളിയിലൊക്കെ പോയതുകൊണ്ട് വെളിയിലാണേലും പുറത്താണേലും ഞാൻ ഒരു തയ്ച്ചുകൊണ്ടിരുന്ന പെണ്ണാണ്. ഞാൻ അങ്ങനെ ആൾക്കാരുമായിട്ടുള്ള സഹകരണം അല്ലാതെ മറ്റു രീതിയിലുള്ള സഹകരണം നമുക്കില്ല. പിന്നെ എങ്ങനെ വെച്ച് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടോ വന്നും പോയോണ്ടിരുന്നു എന്ന് പറയുന്നതിൻ്റെ മറുപടി അല്ലല്ലോ ഇത്. പുള്ളി ആ പുള്ളി ഡ്രൈവർ, ബദനിയിലെ ഡ്രൈവറാണ്. അപ്പോൾ ആ പുള്ളി വരുകയും പോകുകയല്ല, ഇവർ കൊണ്ടുവരികയും എടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ബദനി തോട്ടമാണ്, വലിയ തോട്ടമാണ്. അപ്പോൾ ആ പുള്ളി ആ തോട്ടം നോക്കുന്നതും പാല് കൊണ്ടുവരുന്നു, വഴിയെ പോകുമ്പോഴും എല്ലാം വിളിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും സഹകരണം എല്ലാവരും അറിയാവുന്നുണ്ട്. പിന്നെ ഡ്രൈവർ വിളിക്കുമായിരുന്നു. ആരെ വിളിക്കും? ഞങ്ങളൊക്കെ വിളിക്കുമായിരുന്നു, പിള്ളേരെ ഞങ്ങളെല്ലാം വിളിക്കുമായിരുന്നു. അതിനായിട്ട് കാപ്പി ഉണ്ടാക്കിയോ അല്ലെ സജീന്ദ്രൻ പോയോ എന്നൊക്കെ അടുപ്പത്തിലായിരുന്നു. അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. പറഞ്ഞാൽ അവരെല്ലാം ഒരു കമ്പനി ജോലി ചെയ്യുന്നല്ലേ, അപ്പോൾ എല്ലാവരോട്ടുള്ള സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംശയം, അങ്ങനെയുള്ള സഹകരണം എല്ലാം മറ്റൊരു ഒരു സഹകരണം നമുക്കില്ല. അതായിരുന്നു സംശയം. അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് സംശയം. അല്ല, ഒരു ആണും പെണ്ണും ജീവിക്കുന്ന ഈ ലോകത്ത് ഒരാൾ എന്താ ചായ ഉണ്ടോ ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ സംശയിക്കാൻ നോക്കോ? പെണ്ണ് ഞാൻ എല്ലാ വ്യക്തിയായിട്ടും നല്ലപോലെ ഇടപെടുന്ന. ഒന്നാമത്തെ കാര്യം, ഞാനുള്ളപ്പോൾ ഒരു വ്യക്തി വരുന്ന പോലല്ല ഞാനില്ലാത്തപ്പോൾ വീട്ടിൽ വരുന്നത്. അത് സംശയത്തിന് ഒന്നാമത്തെ കാരണമാണ്. അല്ല, ഇതില്ലാത്ത സമയത്ത് വീട്ടിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ അച്ഛന്മാരുടെ ഇതുവരെയ്ക്കും എന്താ പറയാതിരുന്നത്, ഇതിനെ പറ്റി ചോദിക്കാതിരുന്നത്? ഇതുവരെയ്ക്കും ശോഭന പറയുന്നവരെയും ചോദിച്ചിട്ടില്ലെന്നാണല്ലോ. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കണ്ടേ, എന്താ അങ്ങനെ ശബ്ദം കേട്ടു വീട്ടിനകത്ത് ഞാനില്ലാത്തപ്പോൾ ഒരു പുരുഷന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിക്കും. ആ വന്ന കക്ഷിയോട് ഞാൻ പറഞ്ഞായിരുന്നു ആവശ്യമില്ലാതെ വീട്ടിൽ കയറരുത്. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാ, അല്ലെങ്കിൽ ഞാനുള്ളപ്പോൾ വീട്ടിൽ വരിക. അല്ല, അതിനേക്കാൾ 24 മണിക്കൂറും കൂടെ ഇരിക്കുന്ന ഭാര്യയോട് പറയുന്നതല്ലേ എളുപ്പം? അവനെ ഒന്ന് വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല, എനിക്കിഷ്ടമല്ലെന്ന് പറയുന്നല്ലേ കുറേ കൂടെ എളുപ്പം? അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണോ പിരിയാനുള്ള കാര്യം? പിരിയാനുള്ള കാര്യം മറ്റൊന്ന് വേറെ ഉണ്ട്. അതെന്താ? ഈ ഇരിക്കുന്ന ആളിൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന പ്രദീപ് തൊട്ട് താഴത്തെ വീട്ടിൽ നിന്ന് ഒരാടിനെ വെട്ടി അവർ കൂട്ടുകാരോട് കൂടി കഴിച്ചതും അതിനെ ഞാൻ ചോദിക്കുകയും പിന്നെ അതിന് വേണ്ടി 2000 രൂപ ഞാൻ ബദലെ അച്ഛന്മാരോട് മേടിച്ച് അവർക്ക് കൊടുക്കുകയും ചോദിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ വിമർശനമാണ് ഇത്രയും. അത് വേറൊരു കാര്യമായിട്ട് ഒരു ആടിനെ വെട്ടിയുള്ള കാര്യം കൊണ്ട് പിരിയോ? ഒരു ഭർത്താവും ഭാര്യയും ഒരു 2000 രൂപ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് പിരിയാനുള്ള? ഒന്നാമത്തെ കാര്യം, ഞാൻ കൂടുതൽ ഇവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നാണ്. സ്വന്തം ബ്രദറാണോ? ഇവരുടെ സ്വന്തം ആങ്ങളെയാണ്. സ്വന്തം ആങ്ങളെയാണ്. ആശുപത്രി പ്രസവിച്ച് കടന്നിട്ട് പോലും പുള്ളി ഒരു വെള്ളം നമുക്ക് മേടിച്ചു തന്നിട്ടില്ല. എൻ്റെ ആങ്ങളെ സർവ്വ കേസോട്ട് എടുത്തതും പെറക്കിയതും ആങ്ങളെയാണ് എല്ലാം ചെയ്തത്. ആങ്ങളയുടെ കൈ കിടന്ന് മോതിരം ചെയിനും കൊണ്ട് കൊടുത്തത് എന്നെ ആശുപത്രി കൊണ്ടുവന്ന്. ആശുപത്രി ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോൾ പുള്ളി താഴെ പോയി ചായക്കടയിൽ പോയി ചായ കുടിക്കുക. അത് എത്രയാണെങ്കിലും പെറ്റതള്ളയായാലും സഹിക്കുമോ? അങ്ങനെ പോലും പുള്ളിയെ കൊണ്ടൊരു നമുക്ക് കിട്ടിയിട്ടില്ല. അത് പറയുന്നത് ശരിയാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല, അതുള്ള കാര്യമാണ്. എന്താ ഒരു ഭാര്യ ആവുമ്പോൾ നോക്കണ്ടേ, എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ? അല്ലേ, ഒരു പെണ്ണല്ലേ എത്രയായാലും നോക്കണ്ടേ? കഷ്ടമല്ലേ ഇത്? അത് ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ മരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് അവിടുന്ന് ആഹാരം കഴിച്ചു എന്നുള്ളത് ശരിയാണ്. മരുന്ന് വെച്ചാൽ എന്ത് മരുന്ന്? അന്ന് എനിക്കൊരു
വലിവിൻ്റെ അസുഖമുണ്ട്. ഓ, അതാ മരുന്ന്. അത് ശരി. ആ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആഹാരം കഴിച്ചിട്ടേ കഴിക്കാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലേ? അതെ. പുള്ളിയോട് എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? പ്രശ്നമല്ലേ? ഇപ്പം ഇച്ചിരി പ്രശ്നമുണ്ടല്ലേ? ഇപ്പൊ സജീന്ദ്രന് എന്താവശ്യം? എനിക്ക് ഇപ്പം വിവാഹമോചനമാണ്. വിവാഹമോചനം വേണം. എന്തിനാ അത് വിവാഹമോചനം? വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? വേറെ കല്യാണം കഴിക്കാൻ ഉള്ള താല്പര്യത്തിലാണ്. ഇപ്പൊ ജോലിയുണ്ട് അല്ലേ? ഇപ്പൊ ജോലിയുണ്ട്. എത്ര ശമ്പളം ഉണ്ട്? എനിക്കിപ്പം 7,500 രൂപ ശമ്പളം. 7,500 ഉണ്ട്. അത് ശരി. സജീദൻ്റെ കഥ നമ്മൾ കേട്ടു. ഇനി നമ്മുടെ അദാലത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. സജീന്ദ്രൻ്റെ വിവാഹം, ആദ്യത്തെ വിവാഹം നിയമപരമാണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇനിയിപ്പോൾ അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ആ വിവാഹം നിലനിൽക്കെയാണ് സജീന്ദ്രൻ ശോഭനകുമാരിയെ വിവാഹം ചെയ്തിട്ടുള്ളത്. അതിലൊരു കുട്ടിയുണ്ട്. അതിൻ്റെ പിതൃത്വം സജീന്ദ്രൻ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇരുവരും കൂടെ താമസിച്ചു എന്ന് സമ്മതിക്കുന്ന നിലക്ക് ആ കുട്ടിയുടെ പിതൃത്വം സജീന്ദ്രൻ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സജീന്ദ്രനുണ്ട്. ആ കുട്ടിയെ നോക്കാനായിട്ട് എന്ത് തന്നെയായാലും സജീന്ദ്രന് ബാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ സജീന്ദ്രൻ പറയുന്നത് വിവാഹമോചനം ആവശ്യമാണെന്നുള്ളതാണ്. ആ കാര്യത്തിലേക്ക് വേറെ ദിവസത്തിൽ നമുക്ക് കടക്കാം. പക്ഷേ ഇപ്പോൾ സജീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വിവാഹം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതും കൃത്യമായിട്ടിപ്പോൾ അദാലത്തിന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ശോഭനകുമാരിയും സജീന്ദ്രനും തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതിലൊരു കുട്ടിയുണ്ടെന്നും പറയുന്നു. ഈ കുട്ടിയുടെ പിതൃത്വത്തെക്കുറിച്ച് ഒരുമിച്ച് ജീവിച്ച സ്ഥിതിക്ക് കുട്ടിയുടെ പിതൃത്വം അംഗീകരിക്കാൻ സജീന്ദ്രന് ബാധ്യതയുണ്ട് കേട്ടോ. ഈ സജീന്ദ്രൻ്റെ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ വിവാഹബന്ധം എങ്ങനെയുള്ളതായിരുന്നു? അത് രജിസ്റ്റേർഡ് മാരേജ് എന്ന് പറഞ്ഞു. രജിസ്റ്റേർഡ് മാരേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ആധാരത്തിൽ എഴുതി ഒപ്പിടുകയായിരുന്നു, അതോ രജിസ്റ്റർ ഓഫീസിൽ പോയി നോട്ടീസ് കൊടുത്ത് വിവാഹബന്ധം നടത്തുകയായിരുന്നു ചെയ്തത്? അങ്ങനെ നോട്ടീസൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ആധാരത്തിൽ എഴുതി ഒപ്പിട്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അത് അത്തരമൊരു മാരേജ് ആയിരുന്നു അത്. കാരണം അത് വളരെ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം നിങ്ങളുടെ ആ വിവാഹബന്ധം നിലനിൽക്കുകയാണ് പിന്നെ രണ്ടാമത്തെ വിവാഹബന്ധത്തിലേക്ക് പോകുന്നത്. അത് വേർപെടുത്തി എന്നല്ലേ പറഞ്ഞത്? അത് സമുദായ എങ്ങനെ വേർപെടുത്തിയ? കത്ത് കൊടുത്തു. കത്ത് സമുദായത്തിൽ നിന്ന് ലെറ്റർ പാഡ് എഴുതി എന്നെ ഞങ്ങൾ ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ വിവാഹബന്ധം ഒരു ആധാരപ്രകാരമുള്ള വിവാഹബന്ധമാണെങ്കിൽ അതിന് യാതൊരു നിയമസാധുതയും ഇല്ല. ഇനി നിങ്ങളുടെ ശ്രദ്ധയ്ക്കും മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കും പറയുകയാണ്, വിവാഹമോചനം നൽകുന്നതിന് ഒരു സമുദായത്തിനും അധികാരമില്ല. അത് കുടുംബ കോടതിക്ക്, ഇപ്പോൾ ഹിന്ദുക്കളല്ലേ, നിങ്ങൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരല്ലേ, കുടുംബ കോടതിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. അപ്പോൾ ആ സ്ഥിതിക്ക് രണ്ടാമത്തെ നിങ്ങൾ വിവാഹമോചനം നടത്തി മോചനം നേടിയെന്ന് പറയുന്നതിന് നിയമസാധുതയില്ല. ആദ്യത്തെ വിവാഹബന്ധം നിയമപ്രകാരം നിൽക്കുന്നതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നിയമപ്രകാരം നിൽക്കുന്ന മാരേജ് ആണ് എങ്കിൽ രണ്ടാമത് ശോഭനാകുമാരിയുമായിട്ടുള്ള വിവാഹബന്ധം അസാധുവാകും. കാരണം വിവാഹമോചനം നിങ്ങൾ നേടിയിട്ടില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് പിന്നെയും ചോദിക്കുന്നത്, ആദ്യത്തെ വിവാഹബന്ധ രീതി എന്താണ്? നിങ്ങൾ രജിസ്റ്റേർഡ് ആധാരപ്രകാരം നേരിട്ട് പിന്നെ സമുദായപ്രകാരം വിവാഹം നടത്തിയോ ആദ്യത്തെ സ്ത്രീയുമായിട്ട്? ആചാരപ്രകാരം തന്നെയാണ് അത് അന്ന് നടന്നിട്ടുള്ളത്. ആചാരപ്രകാരമാണോ? എവിടെ വെച്ചാണ് നടത്തിയത്? അത് വീട്ടിൽ വെച്ച് തന്നെ. വീട്ടിൽ വെച്ചിട്ട് സമുദായങ്ങൾ രണ്ട് വിഭാഗങ്ങൾ സഹകരിച്ചിട്ടാണ്. അതെ. അപ്പോൾ അത് നിയമസാധുതയുള്ള വിവാഹബന്ധമാണ്. പിന്നെ അതിന് രജിസ്റ്റേർഡ് എന്ന് പറയുന്ന കാര്യം അത് അവരാണ് എന്നോട് പറഞ്ഞത്. ഇത് രജിസ്റ്റർമാരായിട്ട് ഇത് നടക്കുകയുള്ളൂ, നടന്നിരിക്കുന്നതെന്നും പറഞ്ഞാൽ. രജിസ്റ്റേർഡ് മാരേജ് ആയിട്ടോ? അതെ. സമുദായ പ്രകാരവും നടത്തി രജിസ്റ്റർ ആയിട്ടും ചെയ്തു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതെ. അപ്പോൾ അത് നിയമപ്രകാരം സമുദായ പ്രകാരമാണെങ്കിൽ സമുദായത്തിലെ രേഖകൾ ഉണ്ടാവുമല്ലോ? ഉണ്ട്. അപ്പോൾ അത് വാലിഡായിട്ടുള്ള ഒരു മാരേജാണ്. ആ വിവാഹബന്ധത്തിനെ വേർപെടുത്തുന്നതിന് കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വിവാഹം നിലനിൽക്കുമ്പോഴാണ് ശോഭനാകുമാരിയെ രണ്ടാമത് വിവാഹം കഴിച്ചത്. ശരിയല്ലേ? അതെ. അപ്പോൾ അത് ആ വിവാഹബന്ധത്തിന് സാധുതയില്ല. പക്ഷേ അതിൽ ജനിച്ച കുട്ടിക്ക് നിങ്ങളുടെ കുട്ടിയുടെ പിതൃത്വം നിങ്ങൾക്കുണ്ട്. പിതൃത്വം നിങ്ങളിപ്പോൾ സംശയിച്ചു. അത് സംശയിക്കുന്നതിന് അത് ശോഭനാകുമാരി നിഷേധിച്ചു. അത് തെളിയിക്കുന്നതിന് കോടതിയെ തന്നെ സമീപിക്കണം, നിങ്ങളുടെ കുട്ടിയല്ല എന്നുള്ളത്.
അതല്ലാത്തടത്തോളം കാലം കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്നത് നിങ്ങൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇതാണ് നിയമ സ്ഥിതിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹമോചനത്തിൻ്റെ കാര്യമുണ്ടോ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അറിയുന്നതിന് ശ്രമിക്കാതെ പരസ്പരം വസ്തുക്കൾ കൈമാറുന്നത് പോലെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ശോഭനമായ കാര്യമല്ല, ശുഭകരമായ കാര്യമല്ല കേട്ടോ. രണ്ടുപേരുടെയും കുടുംബ പശ്ചാത്തലം അല്ല ജീവിത ശൈലി കണ്ടിട്ട് ഒരു വിവാഹത്തിലും ഉറച്ചു നിൽക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് രണ്ടുപേരിൽ നിന്നും കാണുന്നത്. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുക എന്നുള്ള ഒരു ശൈലി രണ്ടുപേരും അത് ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാക്കി വിവരങ്ങളും കൂടെ വന്നിട്ടുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ടിട്ട് കുട്ടികളുടെ സംരക്ഷണം ആരിലാണ് നിക്ഷിപ്തരായിരിക്കുന്നത്, ആരൊക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, ഈ കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ശോഭനകുമാരിയുടെ സഹോദരൻ പ്രദീപിനെ ജീവിതം സാക്ഷിയിലോട്ട് സ്വാഗതം ചെയ്യാം. സുഖാണോ? ആ, എന്തിനാ പ്രദീപിനെ വിളിച്ചതെന്നറിയാമോ? പെങ്ങളെ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആയിരുന്നോ? ഇല്ല, അല്ല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അയാളെ തള്ളി പറയാൻ കാരണം ചുമതല വേണ്ടെന്നാണ്. എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞാലും തെറ്റ് കാണിച്ചാൽ തെറ്റാന്ന് തന്നെ ഞാൻ പറയും. അത് അളിയും പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഈ കല്യാണം നടത്തിയത് ഞാനാണ്. ഇവരുടെ ഈ കല്യാണം നടത്തുന്നത് ഞാനാണ്. എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആകുന്ന ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ വെച്ചതാണ്. ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ചുറ്റുപാടും ഒരു കാരണവരുണ്ട്, പുള്ളി വയ്യ കിടക്കുന്നു. എൻ്റെ അച്ഛൻ ഇവരുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ആരും ആ പുള്ളിയെ നോക്കത്തില്ല, അങ്ങനെ കിടക്കുന്നു. ലാസ്റ്റ് ഇവർക്ക് എന്തൊരു ആവത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഓടിക്കൂടാൻ പോലും ഇവരുടെ കുടുംബത്തിൽ നിന്ന് ആരും വരത്തൂല്ല. ആ ഒരു രീതിയിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇവര് വീണ്ടും 3-4 പ്രാവശ്യം വീട്ടിൽ വന്നു. ഞങ്ങൾ പിന്നെ ഇവർക്ക് ഈ കല്യാണം മതി എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അങ്ങോട്ടും എന്തോ ഇപ്പം അളിയന്റെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേന് അന്ന് അച്ഛനെ നോക്കാൻ ആൾ വേണമായിരുന്നു. അല്ലെങ്കിൽ പുള്ളി ഒരു വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിക്കാനോ ഉള്ളൊരു ഇതല്ലായിരുന്നു പുള്ളിയുടെ ഇത്. പുള്ളി അന്നത്തെ അവസ്ഥയിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ പൊക്കം കാണത്തുള്ളൂ. പുള്ളി അസുഖക്കാരനായിട്ട് ചുരുങ്ങിപ്പോയ ആള്, അതുപോലെ വയ്യ കിടക്കുമായിരുന്നു. ഇവരൊക്കെ അത്രയും കുടുംബക്കാരുണ്ട്. ഒറ്റ കുഞ്ഞും ഈ പുള്ളിയെ കൊണ്ട് ആശുപത്രി പോകാനോ ഒന്ന് സംരക്ഷിക്കാനോ ആരും തയ്യാറായില്ല. ഞാൻ അവിടുന്ന് ജീപ്പ് വിളിച്ച് ഇവിടെ വന്ന് എൻ്റെ തന്തയെ നോക്കുന്ന പോലെ ഞാൻ ഈ പുള്ളിയെ ഇവിടുന്ന് ജീപ്പിന് കൊണ്ടുപോയി ആ മുക്കോട്ടർ അസീസി പ്രൈവറ്റ് ആശുപത്രിയിൽ പുള്ളി ആശുപത്രി ചികിത്സയ്ക്കാക്കുന്നു. അതുകൊണ്ട് ഇരിപ്പോണ്ട് ചോദിച്ചു നോക്കൂ. ഒരു 10 വയസ്സ് സജീന്ദ്രൻ എവിടെ പോയിരുന്നു? വീട്ടിലുണ്ട്. അയാളതൊന്നും ചെയ്യില്ല. കാരണം പുള്ളിക്ക് പണിയില്ല, പുള്ളി പണിക്ക് പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പുള്ളിയെ കൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയാക്കി ഞാൻ പുള്ളിക്ക് വേണ്ട ചികിത്സ ചെയ്തു. കാരണം എൻ്റെ അച്ഛനെ നോക്കുന്ന പോലെ ഞാൻ നോക്കും. എനിക്കും വരുമാനമൊന്നുമില്ല. എനിക്ക് ആശാരിപ്പണിയാണ്. ഞാൻ ഈ കിട്ടുന്ന വരുമാനം എനിക്കുള്ളൂ. അപ്പം പെങ്ങളുടെ മൂത്ത ചേർക്കനെ നോക്കണം, പെങ്ങളെ നോക്കണം, വീട് നോക്കണം, എൻ്റെ അമ്മയെ നോക്കണം. ഇതെല്ലാം ഞാൻ 9ാമത്തെ വയസ്സിൽ വീട് നോക്കാൻ തുടങ്ങിയതാണ്. 9 വയസ്സ് 4ാം ക്ലാസ്സിൽ ആദ്യത്തെ പരീക്ഷ എഴുതിയിട്ട് ഞാൻ വീട് നോക്കാൻ തുടങ്ങി. ഇവരെ എല്ലാം വളർത്തിയത് ഞാൻ തന്നെയാണ്. അപ്പം എനിക്ക് ആങ്ങളെ എന്നുള്ളൊരു പരിമിതി ഉണ്ട്. എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ കല്യാണം നിങ്ങളാണോ നടത്തി? ആദ്യത്തെ കല്യാണം ഞാൻ നടത്തിച്ചു കൊടുത്തത്. അത് വേണ്ടെന്ന് വെക്കാൻ കാരണം പുള്ളിക്ക് മാനസികമായിട്ട് ഒരു സുഖമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. സുരേഷ് എന്നാണ് ഇവിടെ അവരുടെ ആൾക്കാർ ഇപ്പം ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. കാരണം അവർ തന്നെ പറഞ്ഞു ഞങ്ങളിത് വിവാഹം കഴിഞ്ഞ് മാറും എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. അല്ല, അതുവരെയ്ക്കും നിങ്ങൾ അറിഞ്ഞില്ലേ സഹോദരി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ? അറിഞ്ഞില്ല. ഇത് അറിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ ഒരു അമ്മാനാണ് ഇതിന്. ഞാൻ ഒന്നും അല്ലായിരുന്നു ഇത് പോയിരുന്നു. നമ്മൾ ആ കാര്യത്തിന് നടന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നും എന്നു പറഞ്ഞാൽ ഇച്ചിരിയുടെ പക്വത എനിക്ക് കുറവായിരുന്നു. ഈ കല്യാണം ഇത് ഞാൻ തന്നെയാണ് പോയി കണ്ടതും അതായത് ആലോചിച്ച് നടത്തിയതും എല്ലാം ഈ കല്യാണം. എന്നിട്ട് ആശുപത്രി തന്നെ വെച്ച് അളിയൻ്റെ അച്ഛൻ മരിച്ചു പോന്നു. അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്തും ഈ അളിയൻ്റെ പോക്കറ്റിൽ 1 രൂപ എടുക്കാനില്ല. മരിച്ചു കിടക്കുന്ന സമയത്തും ആശുപത്രിയിലെ എല്ലാ ഇടപാടും തീർത്ത് അന്ന് അവിടെ നിന്ന് മുക്കൂട്ടുപറയുന്ന ഒരു ജീപ്പ് ഇവരുടെ വീടിൻ്റെ അവിടെ എത്ര 450 രൂപ ടാക്സി കൂലി ഉള്ളൂ. ഈ ഡെഡ് ബോഡിയും കൊണ്ട് അവിടെ ചെല്ലണമെങ്കിൽ 2500 രൂപ ജീപ്പുകാരൻ ചോദിക്കുന്നത്.
ഇതും കൊണ്ട് ഞാൻ ഈ ഡെഡ് ബോഡി ആയിട്ട് ഇവരുടെ വീട്ടുകാരെ വിളിച്ചറിയിച്ച് ഡെഡ് ബോഡി ആയിട്ട് ഞാൻ ഇവരുടെ വീട്ടിലെത്തുന്നു. അടക്കാൻ സ്ഥലം വേണ്ടേ? അന്ന് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ അടക്കാൻ നമുക്ക് സ്ഥലമില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നല്ല, എൻ്റെ അച്ഛനെല്ലാം നശിപ്പിച്ചിട്ടാണ് പോയെ. അപ്പം നമുക്ക് അടക്കാൻ സ്ഥലമില്ലാത്ത, നമുക്ക് അതിൽ ഇവിടെ അടക്കാനും പറ്റത്തില്ല. ഇവരുടെ ആൾക്കാർ വന്ന് നമ്മുടെ അന്ന് വരെ ഇല്ലാത്ത ആൾക്കാർ ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ തന്നെയാണ് ഈ ശവമടക്കിനുള്ള കംപ്ലീറ്റ് ചിലവ് ചെയ്തത്. 3 മണിയായപ്പോൾ അടക്ക് കഴിഞ്ഞു. അപ്പം ഇവരുടെ തട്ടുംപുറത്ത് ഇഷ്ടംപോലെ പല കിടപ്പുണ്ട്. പെട്ടി മേടിക്കാനുള്ള നിർവാഹം ഇല്ല, ശവപ്പെട്ടി മേടിക്കാനുള്ള നിർവാഹം എനിക്കില്ലെന്ന്. ഈ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നടക്കണ്ടേ. അപ്പം ഞാൻ ഇവരുടെ അച്ഛൻ്റെ ചേട്ടനോട് ചോദിച്ചു, ഇതിന് മുകളിൽ പല കിടപ്പുണ്ടോ? എനിക്ക് ആശാരിപ്പണി, എനിക്ക് പെട്ടി പണിയാനൊക്കെ അറിയാം. എന്നാൽ ഈ പുതിയ 2 പല എടുത്ത് പെട്ടി പണിതോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി എന്താ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പോക്കറ്റിൽ നിന്ന് 500 എടുത്ത് പുള്ളിയുടെ കൊടുത്തു. ഈ അളിയൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ സാമ്പ്രാണത്തിൽ മറ്റുള്ള സാധനം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് പുള്ളി മേടിക്കാൻ പോയ സമയത്തിന് ഞാൻ തട്ടുമ്പുറത്ത് കയറി പല ഇറക്കി എടുത്ത് താഴെ കണ്ടെത്തി കൊണ്ടുപോയി. ശരിയാണോ? ശരിയാണെന്ന് ചോദിച്ചു. കണ്ടെത്തി കൊണ്ടുപോയിട്ട് കഴുകി പുള്ളി സാമ്പ്രാണത്തിരി മേടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പെട്ടി പണത്ത് ഡെസ്കായി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് 3 മണിയായപ്പോൾ അടക്കം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ഇവരുടെ ആൾക്കാർ മനസ്സാക്ഷിയുള്ളതാണ്, ഇത്രയും പൈസ അല്ല, എനിക്ക് വേണ്ട, ഇങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ആർക്കും ചെയ്തിട്ടുമില്ല. എന്നാൽ 1 രൂപ അവിടെ വന്ന ഒരു വണ്ടിക്കൂലിയെങ്കിലും, ഇവരെ വലിയ ആൾക്കാരാണ്, ഇവർ സ്വർണ്ണപ്പണിയാരാണ്, ഇവരുടെ ആൾക്കാരെല്ലാം വലിയ ആൾക്കാരാണ്. 1 രൂപ എനിക്ക് നെറ്റിയെ പോരാൻ ഒരു 10 പൈസ എനിക്ക് അതിൻ്റെ വിഷമമൊന്നുമില്ല. എൻ്റെ തന്ത ഭരിച്ചാലും ഞാൻ അതുപോലെ ചെയ്യും. അത് അന്നേരം തിരിച്ചു കിട്ടുന്ന ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ രണ്ടാമത്തെ കൊച്ചി ജനിച്ചോ? ഇല്ല, ഇവരെ കല്യാണം കഴിഞ്ഞ സമയം. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ആദ്യത്തെ ഓണത്തിനാണ് ഈ സംഭവം നടക്കുന്നത്. അല്ല, കുട്ടി അയാളുടെ അല്ലെന്നാണല്ലോ ഇയാൾ പറയുന്നത്. അതിനിപ്പം നമുക്ക് കോടതിയിലായാലും തെളിയിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും എനിക്ക് നല്ല ലോകപരിചയമുണ്ട്. ഒരു അമ്മയ്ക്ക് പറയാമല്ലോ കൊച്ചാറ്, അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം ദൃഷ്ടികളും എന്തെല്ലാം കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നോക്കിയാൽ കൊച്ചാറിന് ഈ ആടിന്റെ അടുത്തൊരു കേസിലാണ് നിങ്ങൾ തമ്മിൽ തെറ്റിയതെന്നൊക്കെ പറയുന്നല്ലോ. ഏതാ? ഒരു ആടിനെ അറുത്തുന്നു, ആ ഒരു കേസ്. അത് സംഭവം ശരി, അത് അങ്ങനല്ല. ഒരാടിനെ പട്ടി അടിച്ചു, നമ്മുടെ പട്ടിയായിരുന്നു. പട്ടി അടിച്ചതിന് ശേഷം അപ്പോൾ അവർക്ക് ആടിനെ ഞങ്ങൾ തന്നെ ഇങ്ങനെ എടുത്തു. അവർ പറഞ്ഞ പൈസ അത് അളിയനാ പൈസ കൊടുത്തേക്കുന്നത്. കൊടുത്തു. അത് ശരി, ഇങ്ങോട്ടുള്ള ഒരു അല്ല. ഇങ്ങേർക്ക് ആദ്യം കല്യാണം ആയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? പുള്ളിയുടെ ആദ്യത്തെ കല്യാണത്തെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അതെങ്ങനെ? അറിയത്തില്ലായിരുന്നു. പിന്നെ എന്തിനാ വേർപെടുത്തിയത്? ഇപ്പോൾ അവരെ ഇയാളുമായിട്ട് വേർപെടുത്താൻ എന്താ കാര്യം? ഞാൻ വേർപെടുത്തിയിട്ടില്ല. കാരണം ഒരു ഈ മൂത്ത ചെറുക്കനെ നോക്കിക്കോളാം ഇവര് നല്ല ഉറപ്പ് തന്നെ. ഞാൻ ആ കൊച്ചിനെയും പെങ്ങളെയും നോക്കിക്കോളാം എന്നൊരു ഉറപ്പ് ഇവരുടെ ഭാഗത്തുനിന്ന് തന്നതിന് ശേഷമാണ് ഇവരുടെ കല്യാണം ഞാൻ നടത്തിയത്. ഒരു മോനെയും ഒരു തള്ളയും നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമതൊരു കുട്ടി ആയപ്പം ഇതുങ്ങളെ നോക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ന്യായമായിട്ടൊരു വരുമാനം ഇല്ലാതെ നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ബന്ധം വേർപെടുത്താൻ കാരണം, അപ്പോൾ ഈ മൂത്ത കുട്ടിയെ, പെങ്ങളുടെ മൂത്ത ചെറുക്കനെ ഇവർക്കൊരു ശല്യം ആവുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മൂത്ത കുട്ടിയെ ഞാൻ തന്നെയാണ് വളർത്തിയതും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇത് അതിൻ്റെ പ്രസവം എടുത്തതും ഈ അളിയൻ്റെ ഈ കൊച്ചിൻ്റെ പ്രസവം എടുത്തതും അല്ലല്ല, ഞാൻ തന്നെയാണ് ഇതിനെ പഠിപ്പിച്ചതും. ഇത്രയും വരെ, ഈ പ്രായം വരെ ഈ 2നെയും കൊണ്ടെത്തിച്ച ഞാൻ തന്നെയാണ്. ഇപ്പം ഇവരുടെ അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 വർഷമേ ഉള്ളൂ ഈ പിള്ളേർ ഇവരുടെ അടുത്തോട്ടായിട്ട്. ഈ പ്രായം വരെ വളർത്തിയതും സംരക്ഷിച്ചതും എല്ലാം ഞാൻ തന്നെയാണ്. കാരണം മൂത്ത കുട്ടിയെ പുള്ളി നോക്കിക്കോളാന്ന് പറഞ്ഞെങ്കിലും എനിക്കത് എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവർക്കതൊരു ബാധ്യത. അപ്പോൾ കുട്ടിയെ അങ്ങനെ കൂടെ തന്നെ നോട്ടെ, അവിടെ നോക്കി. ആ കൊച്ചിലാണാലും കൊച്ചിനെ ഇയാൾ സ്നേഹമായിട്ട് നോക്കിയോ? സ്നേഹമായിട്ട് നമ്മളിപ്പം സ്നേഹമായിട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹമായിട്ട് കൊച്ചല്ലെന്ന് അയാൾ പറയുന്നു അല്ലേ? അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അല്ല, ഒരു കാര്യം സ്നേഹമായിട്ട് നോക്കിയോ രണ്ടാമത്തെ കൊച്ചിനെ? രണ്ടാമത്തെ സ്നേഹമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ കൊടുക്കും. പിള്ളേരോട് ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. അവർ രണ്ടുപേരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. സംശയം ഉണ്ടായിരുന്നെങ്കിൽ കാര്യമായിട്ട് ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ അളിയൻ കയറി വന്നപ്പോൾ ഞാൻ താഴെ മോളി വെച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് കയറി വന്നത്. കാരണം എനിക്ക് പുള്ളിയോട് ഇപ്പോഴും യാതൊരു പിണക്കമില്ല. ഇപ്പോൾ ഒരു 3ാമത്തെ ഒരു വിവാഹമായിട്ട് പോകാൻ നിങ്ങളാണോ പ്രേരിപ്പിച്ചത്? ഇല്ലില്ല, അത് അവരെന്നെ തിരഞ്ഞെടുത്തതായിരുന്നു. ശോഭനെ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഒരു കാര്യമൊക്കെ കാരണം അപ്പോൾ ഇത് പറഞ്ഞു തന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വേർപെടുത്താൻ ഇവർ തമ്മിൽ അകൽച്ചയുടെ കാരണം എന്ന് വെച്ചാൽ ഇവരെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം അളിയൻ കറക്റ്റ് 4 മാസം പണിക്ക് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പോയിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ പല ഹോട്ടലുകളിലും അളിയനെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഒരിടത്ത് ഞാൻ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ അളിയും പുളിഞ്ചോട്ടി കിടന്ന് ഉറങ്ങുക. ഹോട്ടലുകാരെന്നെ വിളിച്ച് ചോദിച്ചാൽ എന്നെ പരിപാടി എന്ന് ചോദിച്ചു. കാരണം പുള്ളി അവിടെ എത്തിയിട്ടില്ല. പണിക്ക് പോയിരുന്നത് എനിക്ക് നോക്കണം, എൻ്റെ വീട്ടിലെ കാര്യം നോക്കണം, ഇവരുടെ പിള്ളേരെ നോക്കണം.
2 പേർക്ക് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ആണിനെ നോക്കണം, പെങ്ങളെ നോക്കണം, വാടക കൊടുക്കണം. ഇയാളെന്താ മടിയനാണോ അല്ല കുടിയനാണോ എങ്ങനെയാ? പുള്ളിയെ മദ്യപിക്കത്തൊന്നുമില്ല. പിന്നെ കമ്പനിക്കൊക്കെ ഞാനൊരു ശകലമൊക്കെ കൊടുത്തു. അല്ല എന്താ കാരണം ഇങ്ങനെ ഇരിക്കാൻ? പുള്ളി പണിക്ക് പോകാത്ത എന്താന്നുള്ള പുള്ളിക്ക് എന്താണ്. പക്ഷെ എങ്കിൽ പോലും പറയുന്നത് ശരിയാണോ? പെങ്ങള് പണിക്ക് പോകുന്നുണ്ട്, ചിലപ്പോ ശരീരത്തിന് എന്തെങ്കിലും ആകാഴി വന്നാൽ ഞാൻ മാറി എവിടെയെങ്കിലും കിടക്കുന്നുള്ളത് ശരിയാണ്.